നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അത് നേടാൻ നിങ്ങൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണ്? ചിലപ്പോൾ ഒരു ചെറിയ തീരുമാനം ഒരു വലിയ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു അത്ഭുതകരമായ വിജയത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. സ്വപ്നങ്ങളെ പിന്തുടർന്ന് വിജയം നേടിയ ഒരു വ്യക്തിയുടെ കഥ നമുക്കിന്ന് കേൾക്കാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അപ്പു യാതൊരുവിധ പിൻബലവുമില്ലാതെ എങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി എന്ന് നിങ്ങൾക്കറിയാമോ? പണമില്ലായ്മയോ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ, പ്രതികൂല സാഹചര്യങ്ങളോ അയാളുടെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. ഓരോ തടസ്സത്തെയും അയാൾ ഒരു പടിയാക്കി മാറ്റി. ആദ്യത്തെ വലിയ വെല്ലുവിളി അപ്പുവിന് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ പണമില്ലായിരുന്നു എന്നതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം ഉറച്ചു നിന്നു. ലോകത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അപ്പു വെറും 5000 രൂപയും കയ്യിൽ വെച്ച് തൻ്റെ ഗ്രാമത്തിലെ ഒരു ചെറിയ ചായക്കട തുടങ്ങി. ആ ചായക്കടയാണ് പിന്നീട് കോടികളുടെ വ്യവസായ സാമ്രാജ്യമായി മാറിയത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാത്തിരിക്കൂ, ആ രഹസ്യം നമ്മൾ ഉടൻ വെളിപ്പെടുത്തും. ആദ്യമൊക്കെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പു ദിവസവും 18 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വന്നു. പലപ്പോഴും ആളുകൾ കളിയാക്കി, പരിഹസിച്ചു. ചായ വിറ്റ് കോടീശ്വരനാകുമോ എന്ന് ചോദിച്ചു പലരും അയാളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അപ്പുവിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ചായക്കടയെ ഒരു ബ്രാൻഡാക്കി മാറ്റണം. ഓരോ തവണയും തോൽക്കുമ്പോൾ അയാൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നു. തൻ്റെ ചായയുടെ രുചി മെച്ചപ്പെടുത്താനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാനും അപ്പു നിരന്തരം പരിശ്രമിച്ചു. ഒരു ദിവസം ഒരു പ്രമുഖ വ്യവസായി അപ്പുവിൻ്റെ കടയിൽ ചായ കുടിക്കാൻ വന്നു. ഇപ്പോൾ നിങ്ങൾ കരുതും, ആ വ്യവസായി അപ്പുവിന് ഒരു വലിയ തുക വാഗ്ദാനം ചെയ്തു എന്ന്. ഒരിക്കലുമല്ല. അതിനേക്കാൾ വിലപ്പെട്ട ഒന്ന്, ഒരു ഉപദേശം, ഒരു അവസരം ആ വ്യവസായി അപ്പുവിന് നൽകി. എന്തായിരിക്കും അത്? ആ നിമിഷം അപ്പുവിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് നോക്കാം. ആ വ്യവസായി അപ്പുവിനോട് പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ ചായ നല്ലതാണ്, പക്ഷേ ഒരു ബിസിനസ് വളർത്താൻ അതിലും വലിയൊരു കാഴ്ചപ്പാട് വേണം. നിങ്ങളുടെ ഉൽപ്പന്നം മാത്രമല്ല, നിങ്ങളുടെ ബ്രാൻഡും നിങ്ങൾ വിൽക്കണം. ആ വാക്കുകൾ അപ്പുവിന് പുതിയൊരു ദിശാബോധം നൽകി. അദ്ദേഹം ലോകമെമ്പാടുമുള്ള വിജയകരമായ ബിസിനസ്സുകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ അവസരങ്ങൾ കണ്ടെത്താൻ പഠിച്ചു. അപ്പു തൻ്റെ ചായക്കടയെ ഒരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഒരു സാധാരണ ചായക്കട എങ്ങനെയാണ് നൂറുകണക്കിന് ഫ്രാഞ്ചൈസികളുള്ള ഒരു വലിയ ബ്രാൻഡായി മാറിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും എങ്ങനെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്ന് കണ്ടറിയാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പു തൻ്റെ ഫ്രാഞ്ചൈസി മോഡലിന് ഒരു ലളിതമായ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി. ആദ്യമൊക്കെ ആളുകൾക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അപ്പുവിൻ്റെ ആത്മാർത്ഥതയും തൻ്റെ ഉൽപ്പന്നത്തിലുള്ള വിശ്വാസവും ആളുകളെ ആകർഷിച്ചു. ഓരോ പുതിയ ഫ്രാഞ്ചൈസിയും അപ്പുവിൻ്റെ സ്വപ്നത്തിന് ഒരു പുതിയ ജീവൻ നൽകി. തൻ്റെ ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകി. ഓരോ കടയിലും ഒരേ നിലവാരം ഉറപ്പാക്കി. ഈ സമയത്ത് അപ്പുവിന് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടം. അപ്പു എല്ലാം ഉപേക്ഷിച്ച് തിരികെ പോകാൻ ആലോചിച്ചു. പക്ഷേ ഒരു പഴയ സുഹൃത്തു നൽകിയ ഒരു ചെറിയ പുസ്തകം, അത് അപ്പുവിൻ്റെ ജീവിതത്തെ വീണ്ടും മാറ്റിമറിച്ചു. എന്തായിരുന്നു ആ പുസ്തകത്തിലെ രഹസ്യം? ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് പരാജയങ്ങളെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് എങ്ങനെ അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പു തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടി. ബിസിനസ് മോഡലിൽ മാറ്റങ്ങൾ വരുത്തി. ഈ സമയത്താണ് അദ്ദേഹത്തിന് പുതിയ നിക്ഷേപകരെ ലഭിച്ചത്. ഈ പ്രതിസന്ധി അപ്പുവിനെ കൂടുതൽ ശക്തനാക്കി. ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിന് ശാഖകളുള്ള ഒരു ഭീമൻ വ്യവസായ സാമ്രാജ്യമായി മാറിയ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? അപ്പുവിൻ്റെ വിജയത്തിനു പിന്നിൽ ഒരു വലിയ രഹസ്യം കൂടിയുണ്ട്. അപ്പുവിൻ്റെ വിജയത്തിൻ്റെ പ്രധാന രഹസ്യമെന്നത് കഠിനാധ്വാനം മാത്രമായിരുന്നില്ല. അത് ദീർഘവീക്ഷണം, ഉപഭോക്താക്കളെ മനസ്സിലാക്കാനുള്ള കഴിവ്, ജീവനക്കാരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള മനസ്സ് എന്നിവയെല്ലാം ചേർന്നതായിരുന്നു. അദ്ദേഹം
ഓരോ പുതിയ ശാഖയും തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തി. ഇത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തു. അപ്പുവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തൻ്റെ വിജയത്തിനു പിന്നിൽ ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധത കൂടിയുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പു തൻ്റെ ലാഭത്തിൻ്റെ ഒരു ഭാഗം സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, നിർധനരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി. കൂടാതെ തൻ്റെ ജീവനക്കാർക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കി. അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു. അപ്പുവിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ കണ്ടിട്ടില്ലാത്ത ഒരു വശം കൂടിയുണ്ട്. അദ്ദേഹത്തിന് കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയും അദ്ദേഹം നേരിട്ട സ്വകാര്യ ദുരിതങ്ങളും. ആ വെല്ലുവിളികൾ എങ്ങനെയാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിജയത്തിൻ്റെ കൊടിമുടിയിൽ നിൽക്കുമ്പോഴും അപ്പുവിന് വ്യക്തിപരമായ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ അദ്ദേഹത്തെ തളർത്തി. എന്നാൽ ഈ സമയങ്ങളിൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച പിന്തുണ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ഈ അനുഭവങ്ങൾ അപ്പുവിനെ കൂടുതൽ കരുണയും സഹാനുഭൂതിയുമുള്ള വ്യക്തിയാക്കി മാറ്റി. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ നിങ്ങൾക്കും കഴിയുമെന്ന് അപ്പുവിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ അതിന് ചില വ്യക്തമായ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അപ്പുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക. എത്ര വലിയ സ്വപ്നമായാലും അത് കാണുവാനുള്ള ധൈര്യം വേണം. കഠിനാധ്വാനം വിജയത്തിന് കുറുക്കുവഴികളല്ല, കഠിനാധ്വാനം അനിവാര്യമാണ്. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. ഓരോ പരാജയവും ഒരു പുതിയ പാഠമാണ്. അനുഭവങ്ങളെ ഉൾപ്പെടുത്തുക. നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളും വിജയത്തിന് സഹായിക്കും. സാമൂഹിക പ്രതിബദ്ധത. നിങ്ങൾ വളരുമ്പോൾ സമൂഹത്തെയും ഒപ്പം വളർത്തുക. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ യുഗത്തിലാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആർക്കും അപ്പുവിനെ പോലെ വിജയത്തിലെത്താൻ സാധിക്കുമോ? എന്തൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് ഒരു വിജയകരമായ ബിസിനസ് തുടങ്ങുവാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ? ആധുനിക ലോകത്തെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ബിസിനസ് തുടങ്ങുവാൻ വലിയ മുതൽമുടക്ക് ആവശ്യമില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ് എന്നിവയെല്ലാം പുതിയ സംരംഭകർക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. ഒരു നല്ല ആശയം, കുറഞ്ഞ മുതൽമുടക്ക്, കഠിനാധ്വാനം എന്നിവയുണ്ടെങ്കിൽ ആർക്കും വിജയത്തിലെത്താൻ സാധിക്കും. അപ്പുവിൻ്റെ കാലഘട്ടത്തേക്കാൾ കൂടുതൽ സാധ്യതകൾ ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകം അറിയുന്ന ഒരു ബ്രാൻഡായി മാറിയ അപ്പുവിൻ്റെ കഥ ഓരോ ഘട്ടവും അത്ഭുതകരമാണ്. എന്നാൽ ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം, അപ്പുവിൻ്റെ കഥ വെറുമൊരു വിജയകഥയല്ല, അത് ആത്മാർത്ഥതയുടെയും സ്ഥിരതയുടെയും പ്രതിബദ്ധതയുടെയും കഥയാണ്. ഇത് ഒരു വ്യക്തിയുടെ സ്വപ്നം എങ്ങനെ ഒരു വലിയ സമൂഹത്തിന് പ്രചോദനമായി മാറി എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഉണർത്താൻ ഈ കഥ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ നിമിഷം തന്നെ തുടങ്ങുക. ചിലപ്പോൾ നമ്മൾ ഒരു പ്രചോദനത്തിനായി കാത്തിരിക്കും. പക്ഷേ യഥാർത്ഥ പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പുവിന് വലിയൊരു പ്രചോദനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്വപ്നം പൂർത്തിയാക്കാനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. അവ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. നിങ്ങൾ എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ഒരു കാര്യം ഓർക്കുക, അപ്പുവിനെ പോലെ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ കഥ നിങ്ങളിൽ ഒരു പുതിയ ഊർജ്ജം നിറച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിജയം ഒരു യാത്രയാണ്, അല്ലാതെ ഒരു ലക്ഷ്യസ്ഥാനമല്ല. അതുകൊണ്ട് തുടർച്ചയായി പഠിക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക. അപ്പു തൻ്റെ ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. അറിവ് നേടുന്നതിനായി അദ്ദേഹം സമയം കണ്ടെത്തി. നിങ്ങൾക്കും നിങ്ങളുടെ മേഖലയിൽ ഒരു വിദഗ്ധനാകാൻ സാധിക്കും. ഓരോ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു സ്പാർക്ക് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഒരുപക്ഷെ
ഈ വീഡിയോയിലെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. 1. ലക്ഷ്യം നിശ്ചയിക്കുക. വ്യക്തമായ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടായിരിക്കണം. 2. പ്രവർത്തിക്കുക. ലക്ഷ്യം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. 3. പരാജയങ്ങളെ അംഗീകരിക്കുക. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള പാഠങ്ങളായി കാണുക. 4. തുടർച്ചയായി പഠിക്കുക. അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 5. പോസിറ്റീവായിരിക്കുക. നല്ല ചിന്തകളോടെ മുന്നോട്ടു പോകുക. അപ്പുവിൻ്റെ ഈ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. സ്വപ്നങ്ങൾ കാണാൻ ധൈര്യപ്പെടുക. അതിനായി കഠിനാധ്വാനം ചെയ്യുക. ഒപ്പം പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുക. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ അത് നേടാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ചിന്തകളും ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്